ഏടാകൂടം ഉണ്ടെങ്കിലും അതിൽ ചെന്ന് ചാടുന്ന ഒരു റിപ്പോർട്ടറുണ്ട് നമുക്ക്, മിഥുൻ അയ്യപ്പൻ. അത്തരത്തിലൊരു ഏടാകൂടത്തിൽ ഇന്നും മിഥുൻ അയ്യപ്പൻ ചെന്ന് ചാടിയിരിക്കുകയാണ്. അത് ചെയ്തത് ഏടാകൂടം മിഥുനാണ്. അത് തന്നെയാണ്. സ്വർണ്ണക്കപ്പ് ലഭിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസമാണ് ആ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്നാണ് മിഥുൻ പറയുന്നത്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം തിരികെ ത്രയംബകം കുലച്ചവനാണ് മര്യാദാരാമൻ, 10 തലയും അറുത്തവൻ. കൂടിയാട്ടം കഴിഞ്ഞെത്തിയ രാമൻ ഏടാകൂടത്തിൽ ഒരു പിടിപിടിച്ചു. പക്ഷേ രക്ഷയില്ല. ജ്യേഷ്ഠന്റെ രക്ഷയ്ക്ക് ചാടി വീണു അനുജൻ ലക്ഷ്മണൻ. ഇന്ദ്രജിത്തിനെ വധിച്ചവൻ പക്ഷേ ഏടാകൂടത്തിൽ തോൽവി ഏറ്റുവാങ്ങി. ഇനി ഊഴം സർവം സഹയായ ജാനകിയുടേത്. സ്നേഹവും സഹനവും പയറ്റി സീത. പക്ഷേ തോറ്റു പിന്മാറി. കോപം കൊണ്ട് ജ്വലിച്ചു ശൂർപ്പണഖ. രാക്ഷസവീര്യത്തിൽ ഒരു വേള ഏടാകൂടം തകർന്ന് തരിപ്പണമാകുമോ എന്ന് ശങ്കിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഒരിക്കൽ കൂടി അപമാനിതയായി അവൾ. ഇത് പണിയാന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കിട്ടിയാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഇവര് എത്ര ശ്രമിച്ചു, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വേഗം ഊരാൻ കിട്ടും, പക്ഷെ കിട്ടുന്നില്ല എന്ന് ഇവരെ മുഖഭാവം കണ്ടേരം മനസ്സിലായി. ഇത് വളരെ ക്ഷമാശീലയാണ്, പക്ഷെ ക്ഷമാശീലയ്ക്കും ഇത് ഊരാൻ പറ്റിയില്ല. ഇല്ല. ഒടുവിൽ ധീരന്മാരെത്തി. ഒരു കൈ നോക്കി പൂരക്കളി കഴിഞ്ഞു വന്നവരാണ്. മല്ലന്റെ കൈക്കരുത്തിലും വഴങ്ങിയില്ല ഏടാകൂടം. ഉണ്ണിച്ചേട്ടാ, ഇത് ആർക്കും റെഡിയാക്കാനോ ഇത് ഊരാനോ വീണ്ടും ക്രമീകരിക്കാനോ പറ്റുന്നില്ലല്ലോ. ഇതൊരു വല്ലാത്ത ഏടാകൂടം തന്നെയാണല്ലോ. ഇല്ല, ക്ഷമ വേണം. ക്ഷമയും കുറച്ച് ബുദ്ധിയും സമയവും പ്രയോഗിക്കണം. അപ്പോഴാണ് നമുക്കിത് എങ്ങനെയൊക്കെ ഏതൊക്കെ ലെവലിൽ കൂടെ പോയി ഇതൊക്കെയാണ് അപ്പോഴേ നമുക്ക് കഴിച്ചത്. പറ്റാത്തത് ഒന്നുമില്ല. നമ്മൾ മനുഷ്യ കേൾക്കുമ്പോൾ നമ്മളൊന്നും പഠിച്ചിട്ടല്ലോ വരുന്നത്, ഭൂമിയിൽ വന്നിട്ടല്ലേ പഠിക്കുന്നത്. അപ്പം നമുക്കിത് എന്തിനും കഴിയും, നടക്കാം, അതിനോട് എളുപ്പമാണ്. ഇതൊന്നാമത് പഴയ കാലത്തുള്ള കളി ഉപകരണമാണ് ഇത്. റുബിക്സ് ക്യൂബിൻ്റെ വേറൊരു തരാണെന്ന് മാത്രമേ ഉള്ളൂ. അത് പ്ലാസ്റ്റിക്കിലും ഇത് മരത്തിലുമാണ്. ഇതിനെ ഏടാകൂടം എന്നാണ് പറയുന്നത്. ഒടുവിൽ അവൾ വന്നു. മൈലാഞ്ചി മഞ്ജുമായി പുതുമണവാട്ടി, ഷാജഹാന്റെ സ്വന്തം മുംതാസ്. അലങ്കാരത്തിളക്കങ്ങളിൽ തെല്ലിട അനങ്ങിയില്ല ഏടാകൂടം. സ്പർശന ലാളനങ്ങൾ ഏറ്റില്ല, ഏശിയില്ല. ഏടാകൂടത്തെ ജയിക്കാൻ മൊഞ്ചത്തിക്കുമായില്ല. തോറ്റു പിന്മാറുന്നു ഏവരും. അപ്പോൾ ഈ ഏടാകൂടം ഇതുവരെ തൽക്കാലത്തേക്കെങ്കിലും ആർക്കും ഇതിന്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഏടാകൂടം അല്പം കഠിനം തന്നെയാണ്. കലോത്സവവേദിയിൽ നിന്ന് ക്യാമറമാൻ അനുജ അനാവൂരിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.